നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം പകരുന്ന, ആനന്ദം പകരുന്ന ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കൊക്കെ ഒരു പക്ഷേ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത തരത്തിലുള്ള, ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ ഈ കുട്ടികൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ ആരംഭം മുതൽ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് തുടങ്ങി സുബഹി നമസ്കാരത്തിന് മുമ്പ് ആരംഭിച്ച് അൽഹംദുലില്ലാഹ് മഗ്രിബ് കഴിഞ്ഞതോടുകൂടി സൂറത്തുൽ നാസിൽ ഓതി തീർത്ത് അള്ളാഹുവിൻ്റെ കലാം ഒരാവർത്തി പൂർണ്ണമായി പാരായണം ചെയ്യാൻ ഒറ്റ ദിവസം കൊണ്ട്, വെറും ഭക്ഷണത്തിനും അത്യാവശ്യ കർമ്മങ്ങൾക്കും വേണ്ടി മാത്രം പിരിഞ്ഞ് ബാക്കിയുള്ള മുഴുവൻ സമയവും 16-18 മണിക്കൂർ ഒറ്റ ദിവസം കൊണ്ട് പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഒരാവർത്തി ഓതി തീർക്കാൻ ഭാഗ്യം ലഭിച്ച കുട്ടികളുടെ മുന്നിൽ അവരുടെ ഖത്തം പൂർത്തീകരണ സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. വാസ്തവത്തിൽ ഇന്ന് ഈ കുട്ടികൾ കരസ്ഥമാക്കിയിരിക്കുന്നത് വലിയ ഭാഗ്യമാണ്. സാധാരണ നമ്മൾ കഥകൾ വായിക്കാറുണ്ട്, നോവലുകളൊക്കെ വായിക്കാറുണ്ട്. ആ നോവലുകളിലും കഥകളിലും ഒക്കെ നായകന്മാരുണ്ടാകാറുണ്ട്, നായക കഥാപാത്രങ്ങൾ ഉണ്ടാകും. ആ നായകന്മാരുടെ, ഹീറോസിൻ്റെ പ്രത്യേകത നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നായകൻ ബാക്കിയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് അയാൾ നായകനാകുന്നത്, ഹീറോ ആകുന്നത്. എല്ലാവരും ചെയ്യുന്ന കാര്യം ചെയ്യുന്നയാൾ ഒരിക്കലും നായകനോ ഹീറോയോ ആകാറില്ല. ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ ഈ സുദിനത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ എന്നല്ല, ഈ നാടിൻ്റെ എന്നല്ല, നമ്മളുടെയൊക്കെയും നായകന്മാരാണ്, ഹീറോസാണ് ഈ കുട്ടികളെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അധികം ആർക്കും ചെയ്യാൻ കഴിയാത്ത വലിയൊരു കാര്യം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രം ചെയ്തു തീർത്തവരാണ് ഈ കുട്ടികൾ. അധികം ആർക്കും ചെയ്യാൻ കഴിയാത്ത എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇവരെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നാക്കിയ ഇവരുടെ മാതാപിതാക്കൾക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു ഭാഗ്യം. പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ കാണാതെ പഠിക്കുക, അതിനുശേഷം ഒറ്റ ദിവസം കൊണ്ട് അള്ളാഹുവിൻ്റെ കലാം ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കുക എന്നത് ഒരുപക്ഷെ ഇവരുടെ മാതാപിതാക്കളിൽ അധിക പേർക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്തൊരു മാതാപിതാക്കൾ പറയുന്നു, അവരുടെ ഖുർആൻ ഓതിക്കേട്ട എന്നെപ്പോലെയുള്ള അധ്യാപകർക്ക് വരെ ഇതുവരെയും സാധിക്കാത്ത ഭാഗ്യമാണ് മാഷാ അല്ലാഹ് നമ്മുടെ കുട്ടികൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ തുറന്നു പറഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒറ്റ ദിവസം കൊണ്ട് സുബഹിക്ക് മുമ്പേ തുടങ്ങി ഇശായോടുകൂടി പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർത്തിട്ടില്ല. അതിനുള്ള ഭാഗ്യം അള്ളാഹു നൽകിയിട്ടില്ല. പക്ഷേ ഇന്ന് കുഞ്ഞുങ്ങളുടെ കൈകളിലൂടെ പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി ആദ്യം മുതൽ അവസാനം വരെ എല്ലാ പേജുകളും ഒന്ന് കണ്ണോടിച്ച് നോക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ചില്ലറ ഭാഗ്യമൊന്നുമല്ല. ഇവരെല്ലാവരും SLC എഴുതുന്ന കുട്ടികളാണ്. നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ട്, ദിവസവും ഒരു ഖത്തം ഓതി തീർക്കുന്നവർ, 2 ഖത്തം ഓതി തീർത്തവർ. ഉസ്താദ് സാധാരണ പറയാറുണ്ട്, ഇമാം നവവി റഹിമഹുള്ളാഹ് എഴുതി വെച്ചത് വായിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത് ഒരു ദിവസം 8 ഖത്തം ഓതി തീർത്ത പണ്ഡിതന്മാരെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് നവവി റഹിമഹുള്ളാഹെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഒരാളെ കൊണ്ട് 8 ഖത്തം ഓതി തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നിവിടെ നമ്മുടെ പള്ളിയിൽ 9 ഖത്തമുകൾ പൂർത്തിയാക്കപ്പെട്ടു ഒറ്റ ദിവസം കൊണ്ട്. 7ഓളം ഹിഫ്ളിലെ വിദ്യാർത്ഥികളും 2 കിതാബിലെ വിദ്യാർത്ഥികളും ചേർന്നുകൊണ്ട് 9 ഖത്തം ഇന്ന് ഈ പള്ളിയിൽ പാരായണം ചെയ്ത് കേൾക്കപ്പെട്ടു. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവരൊക്കെ SLC എഴുതുന്നവരാണ്. SLCയിൽ ഒരു പക്ഷേ ഇനിയും നമ്മൾ നോക്കിയാൽ പാസ്സാകുമ്പോൾ A+ വാങ്ങിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും, 100% മാർക്ക് വാങ്ങിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ A+ വാങ്ങിക്കാൻ ഒരു പക്ഷേ എല്ലാവർക്കും സാധിക്കും. ഒരുപാട് ആളുകളുണ്ടാവും. 100% മാർക്ക് വാങ്ങിക്കാനും ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്ന് കൈവരിച്ച ഭാഗ്യം, അത് വാങ്ങിയെടുക്കാൻ, അത് കരസ്ഥമാക്കിയെടുക്കാൻ കുറച്ചാളുകൾക്ക് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകിയിട്ടുള്ളൂ. എപ്പോഴും ഓർമ്മ വെക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പോലും നൽകാത്ത മഹാഭാഗ്യമാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയത്. അതുകൊണ്ട് ഒരിക്കലും ഈ ഖുർആൻ മുഴുവൻ മോദി കേൾപ്പിച്ചു, SLC നല്ല മാർക്കോടുകൂടി പാസ്സായി, അതോടുകൂടി ഈ മാർഗം തന്നെ അവസാനിപ്പിച്ചു. ഇനി ഖുർആൻ പഠനവും വേണ്ട, കിതാബ് പഠനവും വേണ്ട,
ഈ വയസ്സോ വിധാനമോ ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് എല്ലാം ഊരിയിട്ട് എറിഞ്ഞു പോകുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഒരിക്കലും പെടരുത്. നിങ്ങൾക്ക് അള്ളാഹു ഇന്ന് നൽകിയ ഈ സ്ഥാനം എന്നും ഓർമ്മ ഉണ്ടാകണം. രണ്ടാമത് എനിക്ക് ബാക്കിയുള്ള കുട്ടികളോടാണ് പറയാനുള്ളത്, ഇവർ നിങ്ങൾക്കൊരു മാതൃകയാവണം. ഹിഫ്ള് പഠിക്കുന്ന കുട്ടികൾ നല്ല ഓർമ്മശക്തിയോടുകൂടി പഴയപാഠമൊക്കെ ക്ലിയർ ആക്കിയിട്ട് തന്നെ ഹിഫ്ള് പഠിക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഹാഫിളീങ്ങളാകുമ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി കേൾപ്പിച്ച് മാതാപിതാക്കളുടെയും ഉസ്താദുമാരുടെയും പ്രീതിയും ദുആയും വാങ്ങിയെടുക്കാൻ സാധിക്കണം. കിതാബിലുള്ളവരും ശ്രമിക്കുക. അൽഹംദുലില്ലാ നമ്മുടെ കൂട്ടത്തിൽ കിതാബിലുള്ള 2 കുട്ടികൾ 30 ജുസുവിന് ഓതി കേൾപ്പിച്ചു. കിതാബിലുള്ള കുട്ടികൾക്കും അവസരം നഷ്ടപ്പെട്ടിട്ടില്ല. കുറച്ചൊന്ന് അധ്വാനിച്ചാൽ, കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടും. അങ്ങനെ എങ്ങാനും ഒരു ഭാഗ്യം കിട്ടിയാൽ പിന്നെ നമ്മളുടെ ലെവൽ വേറെ തന്നെയാണ്. നമ്മൾ ഹീറോസാണ്, ചാമ്പ്യൻസുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലെ ചാമ്പ്യന്മാരായി, ആഖിറത്തിലെ നായകന്മാരായി നമ്മളേവരെയും കബൂലാക്കുമാറാകട്ടെ. തുടർന്നുള്ള സദസ്സിനെ